ബന്ദിമോചനം ഇസ്രായേലിന് കീറാമുട്ടിയായിരുന്നു. അതിൻ്റെ പേരിൽ വലിയ സമ്മർദ്ദം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരിടേണ്ടി വന്നു. വലിയ വിമർശനവും പ്രതിഷേധവുമാണ് ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ ഉയർന്നത്. ഗാസയിൽ ആക്രമണ പരമ്പരകൾ നടത്തിയിട്ടും ബന്ദികളുടെ മോചനം നീണ്ടുപോയി. അതിനിടയിൽ ചെറിയ ഇടവേളകളിലായി വെടിനിർത്തൽ നിലവിൽ വന്നു. എന്നിട്ട് ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റെ സമാധാന പദ്ധതി ഇസ്രായേലും ഹമാസും അംഗീകരിച്ചു. ഇതോടെയാണ് മേഖലയിൽ വെടിനിർത്തൽ വീണ്ടും പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുരുതി നടത്തി മുന്നോട്ടു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒക്ടോബർ 10 ട്രംപിൻ്റെ വെടിനിർത്തൽ കരാർ ഗാസയിൽ നിലവിൽ വന്നത്. അതിനുശേഷം ഇസ്രായേൽ നടത്തിയ വെടിനിർത്തൽ ലംഘനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 236 ഗാസയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനെതിരെ ഇസ്രായേലിന് അമേരിക്ക താക്കീത് നൽകിയിരുന്നു. എന്നിട്ടും ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് ഇസ്രായേലിൻ്റെ യഥാർത്ഥ ലക്ഷ്യം? ഇസ്രായേൽ ഊർജ്ജ മന്ത്രി ഏലി കോഹൻ്റെ പ്രസ്താവന ഇസ്രായേലിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മുഴുവൻ ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചാലുടൻ ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കാൻ സൈന്യം മടിക്കരുതെന്നാണ് ഏലി കോഹൻ്റെ പ്രതികരണം. മാത്രമല്ല, ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഊർജ്ജമന്ത്രി ആവശ്യപ്പെട്ടു. അവശേഷിച്ച ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഈജിപ്തിൻ്റെയും റെഡ് ക്രോസിൻ്റെയും സഹായത്തോടെ ഹമാസ് തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം 3 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറിയിരുന്നു. തെക്കൻ ഗാസയിലെ തുരങ്കത്തിൽ ഞായറാഴ്ച കണ്ടെത്തിയ മൃതദേഹങ്ങളാണ് കൈമാറിയത്. 20 ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ ഹമാസ് വിട്ടു നൽകിയത്. 8 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. 45 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 5 പലസ്തീൻ തടവുകാരെയും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു. വെടിനിർത്തൽ ധാരണയുടെ 1ാം ഘട്ടത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസം ആരംഭിച്ച ബന്ദികളുടെ കൈമാറ്റത്തിൻ്റെ ഭാഗമായാണ് നടപടി. അതിനിടെ മരിച്ച ബന്ദികളെ കൈമാറുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നതായി ഇസ്രായേൽ ആരോപണം ഉയർത്തുന്നു. ബന്ദികളായിരിക്കെ ഗാസയിൽ മരിച്ചവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ തിരികെ എത്തിക്കാൻ ബന്ദികളുടെ കുടുംബങ്ങൾ സമ്മർദ്ദം ചെലുത്തുകയാണ്. അതിനിടെ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും അതിൻ്റെ നിരാശയിലാണ് ഇസ്രായേലെന്നും വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസ് വെടിനിർത്തൽ കരാർ ഉപയോഗപ്പെടുത്തി വീണ്ടും സംഘടിക്കുകയാണെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ലഭ്യമാകുന്ന മാനുഷിക സഹായം കൈപ്പറ്റി ഹമാസ് വീണ്ടും ശക്തരാവുകയാണെന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ല. ഇത് മനസ്സിലാക്കി ഹമാസ് മനഃപൂർവ്വം ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് വൈകിപ്പിക്കുകയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്.